പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആദ്യമേ തന്നെ ഈശോയ്ക്ക് 1000 നന്ദിയാണ്. ഇന്നലെ 90 പേര് നമ്മളുടെ കാറ്റിസം ടീച്ചേഴ്സിന്റെ പറഞ്ഞില്ലേ വൺ ഡേ പ്രോഗ്രാം, ഭയങ്കരമായ ഒരു അനോയിന്റിങ് ആയിരുന്നു കേട്ടോ. അതായത് ശരിക്കും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിളിയായിട്ട് ശരിക്കും പരിശുദ്ധാത്മാവ് അതിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാവരെയും ബോധ്യപ്പെടുത്തി. അപ്പോൾ ടീച്ചർമാരെ ഞങ്ങൾ ചോദിച്ചേ, നമുക്കിനി ഒരു 3 മാസം, അപ്പോൾ നവംബർ മാസത്തിൽ ഇതുപോലൊരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം. നമ്മുടെ മതാധ്യാപകർ ശരിക്കും വിശ്വാസത്തിൽ ആഴപ്പെടുന്നത് നമ്മുടെ മക്കൾക്കത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തീരും. അതായത് എത്രമാത്രം ആഴത്തിലേക്ക് ഇറങ്ങുന്ന വിശ്വാസത്തിൽ അത്രമാത്രം അനുഗ്രഹമായിട്ട് തീരും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകമായിട്ട് നന്ദി കേട്ടോ. നാളെ നമ്മുടെ താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുകയാണെന്ന് അറിയാലോ. വിടുതലിൻ്റെ 9ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി വേണം വരാനായിട്ട്. സമ്പൂർണ്ണ ജപമാലയ്ക്ക് ചെല്ലണം ബുധനാഴ്ച കേട്ടോ. ഇന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് സുഭാഷിതം 3:23. നിങ്ങളുടെ വചനം പറയുന്നത്, അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും, നിന്റെ കാൽ ഇടറുകയില്ല. എപ്പോൾ? അത് ഹെഡിങ്ങിൽ പറയുന്നുണ്ട്, ജ്ഞാനം. നീ ജ്ഞാനം നേടുകയാണെങ്കിൽ നിന്റെ വഴിയിൽ നീ സുരക്ഷിതനായി നടക്കും, നിന്റെ കാൽ ഇടറുകയില്ല. സഹോദരങ്ങളെ, ജ്ഞാനം എന്ന് പറയുന്നത് ഇത് എങ്ങനെ കിട്ടും? ഒന്നുമില്ല. പരിശുദ്ധാത്മാവേ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ അറിവിനാൽ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ശരിക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, ജ്ഞാനത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ക്രൈസ്തല്ലോ, ഹല്ലേലൂയ. കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ മകളിലേക്ക് ഈ ജ്ഞാനത്തിന്റെ അഭിഷേകം കർത്താവെ കത്തിപ്പടരട്ടെ. പ്രത്യേകിച്ച് ജീവിതമൊക്കെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങളിലേക്ക് അത്ഭുത ശക്തിയായി കൃപ, ജ്ഞാനമായി കൃപ കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, എപ്പോഴും എന്നേക്കും. ആമേൻ.